ഹലോ. മൂന്നാമത്തെ മൊഡ്യൂള് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡെറിവേറ്റീവ്സ് തന്നെ അതിന്റെ ഒന്നിൽ കൂടുതൽ ഭാഗം വെച്ചാല് ഇപ്പൊ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, രണ്ടും കൂടി കണക്ട് ചെയ്ത് വരാം. അതായത് ഇതുപോലെ dy/dx ആയിട്ട് ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് y നമുക്ക് തന്നിട്ടുണ്ടാവും, അത് f(x) ആയിരിക്കും. dy/dx ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് f(x) ആയിരിക്കും. ഇത് സാധാരണ ഡെറിവേറ്റീവ്സ്. ഇവിടെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ സെഡിന്റെ കൂടെ എക്സും വൈ ഉണ്ടായിരിക്കും. സെഡ് എന്ന് പറയുന്നത് എക്സ് വൈ ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ട ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാല് dz/dx എന്ന് പറഞ്ഞാല് f(x, x, y). അത് എക്സിന്റെ ടേമിൽ ഈ ടേമിനെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യണം. അതുപോലെ സെഡിന്റെ dz/y ആണെന്നുണ്ടെങ്കിൽ വൈയുടെ ടേമിൽ f(y, x, y). വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു സെഡ് എന്ന് ടേം തന്നിട്ടുണ്ട്, x × y + s² + y². ഇതിൽ നമ്മൾ പറയുന്നത് ആദ്യം dz/x ചെയ്യാനാണ്. അത് ഈ ടേമിനെ മൊത്തത്തിൽ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇട്ടു dou/x of x × y + s² + y². ഇതിന് കൊടുത്തതിന് ശേഷം ഇവിടെ എക്സിന്റെ ടേം എന്തൊക്കെയുണ്ടോ അതിന്റെ പവർ വെച്ചിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യാം. വൈയുടെ ടേമിൽ ഇല്ല, അതുകൊണ്ട് അത് 0 ആയി പോകും. y കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഇവിടെ എക്സിന്റെ മൾട്ടിപ്ലിക്കേഷനോ എക്സിന്റെ വാരിയബിൾ ഒന്നും കൂടി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെ 0 ആയിട്ട് കൊടുക്കാം. ഇനി ഇവിടെ x × y ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇവിടെ x പറഞ്ഞുകൊണ്ട് y ഉണ്ട്. അപ്പൊ എക്സിനെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 - 1 വരും പവർ. അപ്പൊ നമുക്ക് x⁻0 വരും, അത് × 1 ആയിരിക്കും. അപ്പൊ ഇവിടെയുള്ള കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് y, എക്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് y വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കോൺസ്റ്റന്റ് അല്ല, y അങ്ങനെ തന്നെ എഴുതാം. y × 1 വരും. പിന്നെ x² ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 2 × ഈ പവർ എന്താണോ അത് കൊടുത്തു, x⁻1 - ചെയ്തു. അപ്പൊ നമുക്ക് 1 - 1 ഇവിടെ 1 വരും. അപ്പൊ 2ന്റെ x കിട്ടും. ഇവിടെ പക്ഷെ എക്സിന്റെ ടേം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് 0 ആയിട്ട് പോകും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ y + 2x എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഡിഫറൻസിയേഷൻ തന്നെയാണ് പറയുന്നത്. dy/dx പകരമാണ് ദോ എന്ന് പറയുന്നത്. നമുക്കിവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആവുമ്പോൾ ദോ എന്ന് വെച്ചുകൊണ്ടാക്കി റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ dz/dx എന്നാവും. ഈ 2-നെയാണോ 2 അല്ല, 2 പോലെ അങ്ങനെ ഉള്ളിലേക്ക് എഴുതുന്നതാണ്. നമുക്ക് 2 ആയിട്ട് തോന്നും, 2 അല്ല, 2 പോലെ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വരാം. കാണിച്ചു തരാം അങ്ങനെ. അതായത് ഇതുപോലെയാണ് വരാം ഉള്ളിലേക്ക്. ഇതിന്റെ കൂടെ എക്സ് ആണെങ്കിൽ എക്സ് അങ്ങനെ വരും. ഇത് 2 ആയിട്ടല്ല, ഇതിനെ തോന്നാണ് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ ഉള്ളിലേക്ക് വരാം. 2 പോലെ തോന്നും, പക്ഷെ പുറത്തേക്ക് വരരുത്. ഇങ്ങനെ അത്രേ ഉള്ളൂ. ഇവിടെ വരെ വരാൻ പാടുള്ളൂ. അതിനെ ദോ എന്ന് പറയാം. അപ്പൊ മുകളിലൊരു ടേം എന്താണോ അതിന്റെ കൂടെ എക്സ് ആണെങ്കിൽ എക്സ് വായിക്കാം, വൈ ആണെങ്കിൽ വൈ എന്ന് വായിക്കാം. ഈ ഒരു പ്രോബ്ലം ചെയ്ത് മനസ്സിലായോ? ഇനി അടുത്ത പ്രോബ്ലം വരുന്നത്, ഇനി നമുക്ക് dz/y ചെയ്യണം. അപ്പൊ നമ്മൾ എക്സാ ചെയ്തത്, dz/, അതായത് നമ്മൾ ഇവിടെ ചെയ്തത് dz/x ആണ് ചെയ്തത്. അതായത് ഇവിടെ നമുക്ക് ഇവിടെ dz/x ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് dz/y ചെയ്യണം. അപ്പൊ ഈ ടൈമിന് നമ്മൾ വൈയുടെ ടൈമിൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ അത് തന്നെ. നമ്മൾ ആദ്യം എടുത്ത തന്നിരുന്ന അതേ ഇക്വേഷൻ തന്നെ എടുക്കുക, x × y + x² + y². ഇവിടെ നമ്മൾ വൈയുടെ ടേമിൽ മാത്രം ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി. എക്സിന്റെ ടേം ഇല്ലാത്തവർക്ക് കോൺസ്റ്റന്റ് 0 ആയിട്ട് പോകും. അപ്പൊ ഇവിടെ നമുക്ക് x × y ഉണ്ട്, വൈയുടെ ടേം ഉണ്ട്, എക്സ് കോൺസ്റ്റന്റ് ആണ്, എക്സ് അങ്ങനെ തന്നെ എഴുതി വൈയുടെ ഡിഫറൻസിയേഷൻ ചെയ്ത് നമുക്ക് 1 കിട്ടും. എന്നുവെച്ചാൽ വൈന്റെ പവർ 1 ആണ്, 1 - 1 വൈയുടെ പവർ 0 ആവും, വൈയുടെ പവർ 0 വരുന്നത് 1 ആണ്. അപ്പൊ നമുക്കിവിടെ x × 1 എന്ന് കിട്ടി. പ്ലസ് ഇവിടെ വൈയുടെ ടേം ഇല്ല, അപ്പൊ ഈ ടേം എന്തായിട്ട് പോകും, കോൺസ്റ്റന്റ് ആയിട്ട് പോകും, അത് 0 ആയി. ഇവിടെ ഒരു y ഉണ്ട്, വൈനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ y⁻2 അതിന് നമുക്ക് 2y⁻1, അപ്പൊ നമുക്ക് 2y എന്ന് കിട്ടും. ഇതിനൊന്നും കൂടി നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ x + 2y എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ ആണിത്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, നമുക്ക് സെഡ് തന്നിട്ടുണ്ട് cos s³ y. ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്, cos s³ y തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയണം dz/x ഉം dz/y ചെയ്യാൻ പറഞ്ഞത്. അതായത് ഈ ടേമിനെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം, വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഫസ്റ്റ് എക്സിന്റെ ടേമിൽ, അതായത് dou/x ഓഫ് നമുക്ക് തന്നിരിക്കുന്ന ടേം എന്താണോ cos s³ y.
ഇതിൽ നമ്മൾ ഇത് മൊത്തം എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ ചെയിൻ റൂൾ നേരത്തെ ചെയ്ത പോലെ ചെയിൻ റൂൾ എങ്ങനെ ചെയ്യുന്നു അതുപോലെ കൺസിഡർ ചെയ്യുക. ഇത് മൊത്തം എക്സ് ആയിട്ട് എടുക്കുക. ഇത് മൊത്തം എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോസ് എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് സൈൻ എക്സ് കിട്ടും. ഈ ടേം എക്സ് ആയിട്ട് എടുത്തേക്കുന്നതുകൊണ്ട് അത് അതേപോലെ തന്നെ എഴുതാം. എസ് ക്യൂ വൈ അങ്ങനെ തന്നെ എഴുതാം. അതിനുശേഷം ഈ എസ് ക്യൂബിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക. എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത് എസ് ക്യൂബിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3 ഇൻറ്റു എക്സ് പവർ 1 കുറഞ്ഞു 3 ഇൻറ്റു എക്സ് സ്ക്വയർ കിട്ടും. വൈ ഇവിടെ കോൺസ്റ്റന്റ് ആണ്, അത് അങ്ങനെ തന്നെ എഴുതാം. അപ്പൊ നമുക്ക് മൈനസ് 3 ഇവിടെ ഒരുമിച്ച് ഇത് മുന്നിലേക്ക് എടുത്ത് എഴുതാം. അപ്പൊ 3 എക്സ് സ്ക്വയർ വൈ ഇൻറ്റു സൈൻ എസ് ക്യൂബ് വൈ. ഇത് ക്ലിയർ ആണോ? ഒന്നാണ് പറഞ്ഞ ഞാൻ ചെയ്ത് കാണിച്ചത്. കോസ് എസ് ക്യൂബ് അതിനെയാണ് നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. എക്സിന്റെ ടേമിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സാധാരണ കേസിൽ നമ്മൾ കോസ് എക്സിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇത് എക്സ് ആയിട്ട് എടുക്കാം. ഇത് മൊത്തം എക്സ് ആണെന്ന് വിചാരിക്കുക. ചെയിൻ റൂൾ നമ്മൾ അങ്ങനെ ചെയ്യുക. ഇത് മൊത്തം എക്സ് ആയിട്ട് എടുത്തുകൊണ്ട് കോസ് എക്സിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് സൈൻ എക്സ് എന്നുള്ള ടേം കിട്ടും. എക്സ് ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത് എസ് ക്യൂബ് വൈ അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു ഇനി വേണ്ടത് ഇതിന് ഈ ടേം എടുക്കാം. ഈ ടേമിൽ എക്സിന്റെ പവർ ഉണ്ട്, എക്സിന്റെ പവറിന് ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇതിന് മാത്രം ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു എക്സ് സ്ക്വയർ കിട്ടും. ശേഷം വൈ കോൺസ്റ്റന്റ് ആണ്. ഇത്രയും ടേമുകൾ കൂടെ വൈ വന്നത് കൊണ്ട് അത് വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് വൈ അങ്ങനെ തന്നെ എഴുതാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? 3 എസ് സ്ക്വയർ വൈ മൈനസ് എഴുതുക. പിന്നെ ഈ ടേമിലുള്ള സൈൻ എസ് ക്യൂബ് വൈ എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ മിസ് ആ സൈൻ എക്സിന്റെ മൈനസ് അല്ലേ 3x അപ്പുറത്ത് നടക്കുന്നത്? അതെ അതെ അതെ. അത് നിങ്ങളുടെ ഫസ്റ്റ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ. ഒന്ന് ഓർഡർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മൊത്തം ഒരുമിച്ചാണ് വരിക. അപ്പൊ ഈ മൈനസ് ആദ്യം ഇട്ടിട്ട് ഈ ടേമിനെ കോൺസ്റ്റന്റ് ടേമുകൾ ആദ്യം ഇട്ട് പിന്നെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എഴുതി. അതൊന്ന് സെറ്റ് ചെയ്ത് എഴുതി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായി. ഇനി അടുത്തത് ഇതിന്റെ ഇതുപോലെ തന്നെ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇപ്പോഴും നമുക്ക് ഇത് മൊത്തം എക്സ് ആയിട്ട് എടുക്കാം. എക്സിന് പകരം ഇവിടെ നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ എക്സ് ആയിരുന്നു നമ്മൾ എടുത്തത്, ഇനി വൈയുടെ ടേമിലാക്കി എടുക്കാം. അപ്പൊ ഇതിന് മൊത്തം എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് കോസ് എസ് ക്യൂബിന് പകരം സൈനസ് എക്സ് ക്യൂബ് വൈ എന്ന് കിട്ടി. ഇനി ഇതില് വൈയുടെ ടേമിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യണം. എക്സ് അങ്ങനെ തന്നെ, എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എക്സ് അവിടെ അങ്ങനെ തന്നെ എഴുതാം. എക്സ് ക്യൂബ് അങ്ങനെ തന്നെ വരും. വൈനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 വരും, ഇൻറ്റു 1 വരും. അപ്പൊ നമ്മുടെ ആൻസർ മൈനസ് എസ് ക്യൂബ് സൈൻ എസ് ക്യൂബ് വൈ എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? അതാണ് നമുക്കിവിടെ കിട്ടിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ച് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു ഡൗട്ട്. എനിക്ക് ഇപ്പൊ ഇന്റർണൽ എഴുതുന്നുണ്ട്. അപ്പൊ ഈ മാത്സ് മെട്രിക്സ് റാങ്ക് ഒക്കെ അല്ലേ ഈ 2 മാർക്കിന് വയ്ക്കുന്നത്? എത്ര മാർക്കിന്? 2. ആ, റാങ്ക് സാധാരണ റാങ്ക് ഒക്കെ ചോദിക്കുമ്പോൾ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ വരുമ്പോൾ റാങ്ക് ഒക്കെ ചോദിക്കും. അല്ല, ഞങ്ങളെ ഈ മോഡൽ എന്ന് വെച്ചാൽ 2 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയാണ്. അപ്പൊ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ റാങ്ക് വരാം. മെത്തേഡ് വെച്ചിട്ട് ചോദിക്കുക, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. റാങ്ക് തന്നെ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ സാധാരണ കേസിൽ റാങ്ക് ചോദിക്കാം. മറ്റേ ഒരു മെത്തേഡ് പറഞ്ഞ മറ്റേ ഇത് പറഞ്ഞിട്ടുണ്ടായില്ലേ, ഈഗൺ വാല്യൂ വെച്ചിട്ട്. അങ്ങനെ ആ 2 മെത്തേഡ് നോക്കുക. അതിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കുക. പിന്നെ വരുമ്പോ മറ്റേ ഓരോരോ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് അടുത്ത എലിമിനേഷൻ മെത്തേഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. മറ്റേ പിന്നെ ജോർദാൻ മെത്തേഡിൽ ചോദിക്കുക, സിഡലിൽ നിന്ന് ചോദിക്കുക. അങ്ങനെ ഓരോന്നിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നമുക്ക് 2 മാർക്ക് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അല്ല, 10 ക്വസ്റ്റ്യൻ 2 മാർക്ക്, ടോട്ടൽ 50. 50. അപ്പൊ അതില് ചിലപ്പോ അതില് ഇപ്പൊ നിങ്ങൾക്ക് മുന്നേ തന്നിട്ട് നോട്ടിൽ നോക്കാം. ചിലപ്പോ അതിനെ പറ്റി തിയറി പാർട്ടോ ഒക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ 2 മാർക്ക്. എന്നുവെച്ചാൽ ഇക്വേഷൻസ് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മുന്നത്തെ ആ നോട്ടിൽ ഭാഗത്തിൽ ബന്ധപ്പെട്ടതും 2 മാർക്ക് വരാം, റാങ്ക് വരാം. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ഇടുന്ന പോലെ ഇരിക്കുമല്ലോ.
പക്ഷെ ഈ നമ്മൾ തന്നിരിക്കുന്ന ടോപ്പിക് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ. ആ മിസ്. ഇനി നമുക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഇട്ടിട്ടുണ്ട്, ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. UV റൂൾ യൂസ് ചെയ്തുകൊണ്ട് x⁴ sin x/y³ അതിന് നമുക്ക് dou z dou x dou z dou y ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ. ഇതൊരു ക്വസ്റ്റ്യൻ, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. U×V റൂൾ വെച്ചുകൊണ്ട് ചെയ്ത് നോക്കാം. U×V റൂൾ അറിയോ? അറിയാം, അത് വെച്ചിട്ട് ചെയ്തോ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഇനി വരുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ഭാഗമാണ്. ഇവിടെ നമുക്കൊരു f(x) വന്നിട്ടുണ്ട്. ലെറ്റ് f(x) is equal to s² y plus 5y³. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് f(x) in the xy ഡയറക്ഷൻ അറ്റ് ദ പോയിന്റ്. അതായത് സ്ലോപ്പ് കാണാൻ പറഞ്ഞിട്ട് x ഡയറക്ഷനിലാവുമ്പോൾ നമുക്ക് f(x) എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. സ്ലോപ്പ് അതായത് അതായത് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് എക്സിന്റെ ടേമിലും വൈയുടെ ടേമിലും കാണാം. എക്സ് ഡയറക്ഷനായിട്ട് കാണുമ്പോൾ f(x) xy അതായത് dou x ചെയ്യാം. y ഡയറക്ഷനിലാണെങ്കിൽ dou x ചെയ്യാം. y ചെയ്യാം, dou y ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇവിടെ വൈയുടെ ടേമിൽ, ഇവിടെ എക്സിന്റെ ടേമിൽ ഫസ്റ്റ് വരുന്നത് ഡയറക്ഷൻ നോക്കാം. ഡയറക്ഷൻ ഓഫ് f(x) എന്ന് പറഞ്ഞാൽ dou x ഓഫ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എടുക്കുക, അതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു വാല്യൂ വന്നിട്ടുണ്ട്. ആ വാല്യൂ 1 ഉം -2 ആണ്. ആ ഇക്വേഷനിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ y ചെയ്യുക, ആ ഇക്വേഷനിൽ 1 ഉം -2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കിയാലോ. സ്ക്വയർ ആണ് സ്ക്വയർ s²y plus 5y³ ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം f(x) ആണ് പറഞ്ഞത്. f(x) ആണെന്നുണ്ടെങ്കിൽ dou x ഓഫ് ഈ ടേമിനെ എടുത്തെഴുതാം. x²y plus 5y³. എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇവിടെ x² ആണ്. രണ്ട് ടേം ആണ്. പ്ലസ് വന്നപ്പോൾ ഇതൊരു ടേമായി, ഇതൊരു ടേമായി. അപ്പൊ ഇവിടെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2xy എന്ന് കിട്ടും. പ്ലസ് ഇവിടെ എക്സിന്റെ ടേം ഇല്ല. അപ്പൊ എക്സിന്റെ ടേം ഇല്ലാത്ത ടേം എന്തായി പോകും? കോൺസ്റ്റന്റ് ആയി പോകും. അപ്പൊ ഈ രണ്ട് ടേമുള്ളൂ. ഇവിടെ നമുക്ക് പോയിന്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 ഉം -2 അപ്ലൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിനും വൈക്കും ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? ഇത്രയേ ഉള്ളൂ. 2xy ആണ് ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ കിട്ടിയത്. അതിൽ 2 × എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, × വൈയുടെ സ്ഥാനത്ത് -2 കൊടുക്കുക. ആൻസർ 1 × -2 എന്ന് പറയുമ്പോൾ -2 കിട്ടും. -2 × 2 എന്ന് പറയുമ്പോൾ -4 എന്ന് കിട്ടും ആൻസർ. ക്ലിയർ ആണത്? പക്ഷെ ആ 5y³ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ടല്ലേ സീറോ ആയത്? സീറോ. അതായത് ഇവിടെ എക്സിന്റെ ടേം ഇല്ല. നമ്മൾ എക്സിന്റെ ടേമിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. f(x) ആണ് ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ ടേം കൂടി ഇല്ലാത്തത് കൊണ്ട് ഇത് 0 ആയിട്ട് പോയി. അപ്പൊ ഈ ടേം മാത്രമായി. അതിൽ എക്സിനും വൈക്കും വാല്യൂ കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി തിരിച്ച് dou y ചെയ്യാം. dou y ആണ് ചെയ്യേണ്ടത്. dou y ചെയ്യുമ്പോൾ നമുക്ക് dou y ഓഫ് ഈ ടേം തന്നെ s²y plus 5y³. ഇവിടെ വൈയുടെ ടേം ഉണ്ട്. വൈയുടെ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1 - 1 ഇത് 0 ആയിട്ട് പോകും. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ നമുക്ക് x² വരും. പ്ലസ് അങ്ങനെ തന്നെ എടുക്കുക. ഇനി 5³ ആണ്. y³ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ y × 5 ഈ ക്യൂബ് × 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 50 കിട്ടും. 15y² കിട്ടും. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ 1 ഉം -2 ഇവിടെ എക്സിന്റെയും വൈയുടെ സ്ഥാനത്ത് 1 ഉം -2 വാല്യൂ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് തന്നെ കിട്ടും. ഇവിടെ 15 × -2ന്റെ സ്ക്വയർ. -2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. കട്ടായി പോയി. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ നോക്കിയാൽ y ഉണ്ട്, yക്ക് പവർ 1 ആണ്. അപ്പൊ നമുക്ക് 1 - 1 എന്ന് പറയുമ്പോൾ y⁻0 എന്ന് കിട്ടും. y⁻0 എന്ന് വെച്ചാൽ അത് 1 ആണ്. അപ്പൊ 1 × x² ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ x² എന്ന് കിട്ടി. ഇനി ഇവിടെ എക്സിന്റെ ടേം ഇല്ല, പക്ഷെ വൈയുടെ ടേം ഉണ്ട്. നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് വൈയുടെ ടേമിലാണ്. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടും 5 കോൺസ്റ്റന്റ് ആണ്. ഇനി പവർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വൈയുടെ പവർ ഒന്ന് കുറയ്ക്കാം. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും. 15 മറ്റൊന്ന് കുറയ്ക്കുമ്പോൾ y² കിട്ടി. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. s² plus 15y² എന്ന് കിട്ടി.
ഇനി എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് -2 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ 1 തന്നെ വരും. 15 ഇൻറ്റു ഇവിടെ -2ന്റെ ഹോൾ സ്ക്വയർ ആണ്. -2ന്റെ ഹോൾ സ്ക്വയർ -2 ഇൻറ്റു -2. അപ്പൊ നമുക്ക് +4 കിട്ടും. 4 ഇൻറ്റു 50 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60 ആണ്. 60യും ഈ +1 ചെയ്തും കിട്ടുമ്പോൾ നമുക്ക് ആൻസർ 61 കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. നമുക്കൊരു ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ മിസ്സേ, ആ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ 15 എങ്ങനെ 60 ആയത്? അത് നമുക്കിവിടെ 2ന്റെ -2ന്റെ സ്ക്വയർ ഉണ്ട്. അത് ഇവിടെ വൈയുടെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കാൻ പറയുന്നത് -2 ആണ്. കണ്ടോ, 1ഉം -2 അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഈ വൈയുടെ സ്ഥാനത്ത് നമ്മൾ -2 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് സ്ക്വയർ എന്ന് പറഞ്ഞേക്കണം. അപ്പൊ -2 ഇൻറ്റു -2 -2 ഇൻറ്റു -2 എന്ന് വെച്ചാൽ +4 വരും. 4 ഇൻറ്റു 50 ചെയ്യുമ്പോൾ 60 കിട്ടും. 60 + 1 ഞാൻ ആ പ്ലസ് കണ്ടില്ല, അല്ല ഇൻറ്റു കണ്ടില്ല, ഞാൻ പ്ലസ് ആണ്. ഇൻറ്റു ആണ്. ഇവിടെ ഇൻറ്റു അല്ലേ, ഇവിടെ മാത്രമേ പ്ലസ് ഉള്ളൂ കേട്ടോ. ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നേക്കണത് സർഫസ്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി സർഫസ് z is equal to √3x + 2y in the x direction at the point 1, 3. ഇപ്പൊ നേരത്തെ കൊടുത്ത പോലെ തന്നെ സ്ലോപ്പ് ആണ് കാണാൻ പറഞ്ഞത്. ഇവിടെ x ഡയറക്ഷൻ മാത്രമേ കാണാൻ പറഞ്ഞുള്ളൂ, y കാണാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് കാണേണ്ടത് z/x മാത്രം കണ്ടാൽ മതി. എക്സിന്റെ ഡയറക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡിഫറൻസിയേഷൻ ചെയ്യുക, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. ഇനി റൂട്ടിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂട്ട് ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ √x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/2 √x ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ടേം മൊത്തം x ആയിട്ട് എടുത്ത് ആദ്യം ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/2 √x എന്നുള്ള ടേം ആവും. അതിനുശേഷം എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3 × x എന്ന് പറയുമ്പോൾ 3 കിട്ടും. എക്സിന്റെ പവർ 1 ആണ്. 1 - 1 x⁻⁴ 0 വരും. 0 × 3 എന്ന് പറയുമ്പോൾ 3 കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 1 × 3 എന്ന് പറയുമ്പോൾ 3 വരും. 3/2 × √3x + 2y. ക്ലിയർ ആണോ? അതായത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. √3x ഈ റൂട്ട് മൊത്തമുള്ളതാണ്. √3x + 2y ആണ് നമുക്ക് തന്നിരിക്കുന്ന xz. നമ്മോട് പറഞ്ഞേക്കുന്നത് ∂z/∂x ചെയ്യാനാണ്. അതായത് x ഡയറക്ഷനെ മാത്രം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. സ്ലോപ്പ് കാണാൻ പറഞ്ഞേക്കുന്നത് x ഡയറക്ഷനെയാണ്. അടുത്ത പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 1ഉം 3 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡിഫറൻസിയേഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൽ 1ഉം 3ഉം എക്സിനും വൈക്കും വാല്യൂ കൊടുക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ടേമിന് മൊത്തമായിട്ട് സാധാരണ കേസിൽ √x ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് √x ആണെന്നുണ്ടെങ്കിൽ 1/2 √x എന്നാണ് നമുക്ക് അതിന് ആൻസർ. ഇതാണ് ഡിഫറൻസിയേഷൻ √x-ന്റെ. √x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1/2 √x കിട്ടും. അപ്പൊ ഇവിടെ ഈ ടേമിൽ നമുക്ക് ഇത് മൊത്തം എന്തായിട്ട് എടുക്കാം? x ആയിട്ട് ആദ്യം കൺസിഡർ ചെയ്യാം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇത് x ആയിട്ട് എടുക്കുക. ഇത് x ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 1/2 √3x + 2y എന്ന് കിട്ടും. എക്സിന്റെ ടേം ആയിട്ട് എടുത്തു. ഈ ഒരു ഫോമിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ഇൻറ്റു എന്ത് ചെയ്യണം? എക്സിന്റെ ടേമിൽ ഇനി ഈ ടേം കൂടെ കിടക്കുന്നുണ്ട്, അതിന് ഇതിനെയും കൊണ്ട് ഡിഫറൻസിയേഷൻ ചെയ്യണം. 3 × x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 3 ആയിരിക്കും. എക്സിന്റെ പവർ 1 - 1 എക്സിന്റെ പവർ 0 ആവും. എക്സിന്റെ പവർ 0 ആവുമ്പോൾ അത് 1 ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ എന്ന് കിട്ടി 3 × 1 എന്ന് പറയുമ്പോൾ 3/2 √3x + 2y എന്ന് കിട്ടി. ഇതുവരെ ക്ലിയർ ആണോ? ഇനി എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് 3 കൊടുക്കുക. ഇവിടെ ഇക്വേഷൻ എന്ത് വരും? 3/2 അങ്ങനെ തന്നെ വരും. √3 × 1 + 2 × 3. ഇപ്പൊ 3 × 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കൂടി എഴുതാം. 3/2 √3 × 1 എന്ന് പറയുമ്പോൾ 3 വരും. 3 × 1 എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും. 2 × 3 എന്ന് പറയുമ്പോൾ 6 ആയിരിക്കും. അപ്പൊ 6 + 3 എന്ന് പറയുമ്പോൾ 9 ആയിരിക്കും. 9ന്റെ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. 3 × 3 ആണ് 9. അപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട് മൊത്തം 3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ആൻസർ ഇവിടെ 3/2 × ഒരു 3 കൂടി വരും. ഈ 3യും ഈ 3യും കൂടി ക്യാൻസൽ ചെയ്തിട്ട് ഫൈനൽ ആൻസർ 1/2 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ. കൺവേർട്ട് നേടി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ് z is equal to x e⁻⁻y + 5y in the y direction at the point 4, 0. സ്ലോപ്പ് ഓഫ് y ഡയറക്ഷൻ ആണ് പറഞ്ഞത്. ∂z/∂y ആണ്. നേരത്തെ ക്വസ്റ്റില് x ഡയറക്ഷൻ ആയിരുന്നു, ഇത് y ഡയറക്ഷൻ ആണ്.
അപ്പൊ dy/dx കൊടുക്കുക, അതിന്റെ വാല്യൂവില് 4ഉം 0 എക്സിന് 4 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ e⁻y വരുന്നുണ്ട്. അത് e⁻y ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് e⁻y അത് e⁻x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ e⁻x തന്നെയായിരിക്കും. ഇവിടെ ഒരു മൈനസും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു -1 കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, -x e⁻y വരും. അത് നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, z(x e⁻y plus y 5y). ഇവിടെ എക്സിന്റെ ടേം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ വൈയുടെ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഈ ടേമിൽ y ഉണ്ട്, e⁻y. അപ്പൊ e⁻y ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ടേമാണ്, വൈയുടെ ടേമിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പൊ എക്സ് അങ്ങനെ തന്നെ എഴുതി, e⁻y അതായത് e⁻x ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ വരും. അപ്പൊ ആ ഒരു കൺസിഡറേഷനിൽ e⁻x അങ്ങനെ കൊടുക്കുക. അപ്പൊ e⁻y അങ്ങനെ തന്നെ എഴുതി. പക്ഷെ ഇവിടെ -yയുടെ കൂടെ ഇവിടെ വൈയുടെ കൂടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഇത് 1 അല്ല, -y ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഒരു -1 എന്ന് കിട്ടും. അതുകൊണ്ട് ഒരു മൈനസ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി പ്ലസ് അടുത്ത ടേം കൂടെ നമുക്ക് എന്തുണ്ട്, 5y ഉണ്ട്. 5y എന്ന് പറയുമ്പോൾ വൈയുടെ പവർ 1 ആണ്. 1 - 1 എന്ന് പറയുമ്പോൾ y പവർ 0 ആവും. 0 എന്ന് വെച്ചാൽ 1 ആണ്. 1 × 5 എന്ന് പറയുമ്പോൾ +5 എന്ന് കിട്ടും. ഇവിടെ വരെ ക്ലിയർ ആണോ? എക്സിന് -1 അത് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻x ഡിഫറൻസിയേഷൻ ചെയ്താലും ഇന്റഗ്രേഷൻ ചെയ്താലും dy/dx ചെയ്താലും ഇത് തന്നെയായിരിക്കും വാല്യൂ, e⁻x തന്നെ ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? ഇന്റഗ്രേഷൻ ചെയ്താലും ഇയുടെ പവർ ആയതുകൊണ്ട് ഇതിന് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയും. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്താലും ഇന്റഗ്രേഷൻ ചെയ്താലും അത് തന്നെയായിരിക്കും ആൻസർ. പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ടേമിൽ അപ്പൊ e⁻y ആണെങ്കിലും അത് തന്നെയായിരിക്കും, e⁻y തന്നെ കിട്ടും. അതായത് വെച്ചാൽ ഈ എക്സിനെ കൂടി നമ്മൾ ഇയുടെ പവർ ഏത് ടേം ആണെങ്കിലും അത് തന്നെ വരും. ഈ എക്സിനെ ഒന്നും കൊണ്ട് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എക്സിന്റെ പവർ എന്താണ്, ഇവിടെ 1 ആണ്. 1 - 1 എന്ന് പറയുമ്പോൾ എക്സിന്റെ പവർ 0 ആയിട്ട് പോകും. എക്സിന്റെ 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ e⁻0 വരും, e⁻1 വരും. e⁻1 എന്ന് പറയുമ്പോൾ നമുക്ക് അത് തന്നെ കിട്ടും. അതുകൊണ്ടാണ് e⁻x അങ്ങനെ തന്നെ വരുന്നത്. ഇവിടെ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ e⁻−y ആണ്. അപ്പൊ ഒരു മൈനസ് കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് e⁻−y അങ്ങനെ തന്നെ വരും. ഈ -y ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ×-1 വരും. അതായത് വൈയുടെ പവർ 1 - 1 ആണ് വരിക. ഇവിടെ ഈ മൈനസ് ഇടരുത്, നീക്കിക്കണേ. ഇത് 1 - 1 എന്ന് പറയുമ്പോൾ വൈയുടെ പവർ 0 വരും. വൈയുടെ പവർ 0 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പൊ -1 വരും. ആ -1 ആണ് നമുക്ക് കൂടി -1 ആയിട്ട് എടുക്കുന്നത്. അതും കൂടി ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -e⁻y എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടും. ക്ലിയർ ആണോ? ഇപ്പൊ ഇതിന്റെ കൂടെ ഒരു 2 ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു 2e⁻y എന്ന് കിട്ടും. അയ്യോ, അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ 2e⁻y എന്നായിരിക്കും വരാം. അപ്പൊ മൈനസ് ആയതുകൊണ്ട് മൈനസ് എടുത്തു. അപ്പൊ ഏത് കോൺസ്റ്റന്റ് ടേം ആണ് അവിടെ വരുന്നത് അത് അതേപോലെ തന്നെ എടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ ഇങ്ങനെ കിട്ടി, -x e⁻−y + 5 എന്ന് കിട്ടി. നമ്മുടെ വാല്യൂ കൊടുക്കാൻ പറഞ്ഞത് എക്സിന് 4 കൊടുക്കണം, വൈക്ക് 0 കൊടുക്കണം. അപ്പൊ ഇവിടെ എക്സിന് 4 കൊടുത്തു, വൈക്ക് -0 കൊടുത്തു. y -0 എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. 5 അങ്ങനെ തന്നെ വരും. എക്സ് ഇവിടെ ഒരു 4 ഉണ്ടായിരുന്നു. ഈ 4 എക്സിന് സ്ഥാനത്ത് 4 കൊടുക്കാനാണ് പറയുന്നത്. 4 കൊടുത്തു. -4ഉം +5. അപ്പൊ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -4 × 1 എന്ന് പറയുമ്പോൾ -4 തന്നെ വരും. -4ഉം +5ഉം ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. വലുതിന് ചെറുത് കുറച്ചു, വലുതിന്റെ ചിഹ്നം. ക്ലിയർ ആണോ? ഇനി വരുന്നത് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ശരിക്കും വരുന്നത് ഒന്നിൽ കൂടുതൽ ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യുക, പിന്നെ അടുത്ത പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യുക, അങ്ങനെ എത്ര പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത് അത് അത്രയും പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യുക, ഒരേ ഇക്വേഷൻ തന്നെ. അതാണ് നമുക്ക് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പറയുന്നത്. ഇത് ശരിക്കും ഇപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ്സിന്റെ അണ്ടറിലായിട്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഈ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ശരിക്കും വരുന്നത് 5th മൊഡ്യൂളിലാണ് ഈ ചെറിയ പോർഷൻ അവിടെ വരുന്നത്. പക്ഷെ ഇവിടെ അതിന്റെ കണ്ടിന്യൂറ്റി പോകുന്നത് കൊണ്ട് ഇതിൽ കൂടെ തന്നെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ശരിക്കും നിങ്ങളുടെ സിലബസിൽ അത് 5th മൊഡ്യൂളിലെ ഒരു ഭാഗമാണ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. പക്ഷെ ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ്സ് ഒക്കെ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇതിന് ഓർഡർ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി വരുന്നത് സെക്കൻഡ് ഓർഡർ, അതായത് z = f(x, y). അത് 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യണം. നമുക്ക് δz/δx എന്ന് പറഞ്ഞാൽ f(x) ആണ്.
ദോ സെഡ് ബൈ ദോ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് വൈ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ടേമിന് കിട്ടിയ റിസൾട്ടിനെ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യുക. അത് ദോ സ്ക്വയർ സെഡ് ബൈ ദോ എക്സ് സ്ക്വയർ. അതായത് ദോ സെഡ് ചെയ്ത് ദോ എക്സ് ടേം ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്തു, വീണ്ടും ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യാം. സെയിം ഇക്വേഷൻ തന്നെ. അപ്പൊ നമുക്ക് ഇതിനൊന്നും കൂടി സെറ്റ് ആയിട്ട് എഴുതുമ്പോൾ എഫ് എസ് എസ്. നേരത്തെ ഉണ്ടായിരുന്ന ടേം എന്തായിരുന്നു? ദോ സെഡ് ബൈ ദോ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് എന്നുള്ള ടേം ആവും. വൈയുടെ ടേമിലാവുമ്പോൾ എഫ് ഓഫ് വൈ ബൈ ആയിരിക്കും. പിന്നെ നമുക്ക് രണ്ടും കൂടി കണക്ട് ചെയ്ത് തരാം. എക്സിനെയും വൈനെയും കണക്ട് ചെയ്ത് വരുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് വരാം, എഫ് ഓഫ് വൈ എക്സ് എന്ന് പറയാം. അങ്ങനെ ഏത് ടേമുകളും ചോദിക്കാം. അപ്പൊ ആദ്യം വരുന്ന എക്സിന്റെ ടേം, പിന്നെ വൈയുടെ ടേം, അങ്ങനെ അങ്ങോട്ട് ഓർഡർ മാറ്റി കുറച്ചൊക്കെ നമുക്ക് ഇതുപോലെ എടുക്കാം. അതാണ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുക, ആ ഇക്വേഷനെ തന്നെ, ആ ഒരു എഫ് ഓഫ് എക്സിനെ തന്നെ വീണ്ടും ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യാം. അത് എക്സിന്റെ ടേമിലാണെങ്കിൽ എക്സിന്റെ ടേമിൽ ചെയ്യാം, വൈയുടെ ടേമിലാണെങ്കിൽ വൈയുടെ ടേമിൽ ചെയ്യാം, എക്സും വൈയും കൂടി കമ്പയർ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ വരുന്നതിനാണ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ. കൂടെ തന്നെയാണ് താഴെ ഇരിക്കുന്നത് എഫ് വൈ എക്സ്, അതുപോലെ എഫ് ഓഫ് എക്സസ്. ഇനി മിക്സഡ് ആയിട്ടും വരാം നമുക്ക് ഇതുപോലെ. എഫും എക്സും വൈയും മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സിന് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ്, ഇവിടെ എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ് ആണ് കേട്ടോ. ഒരു മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ എക്സ്. താഴെ വരുന്നുണ്ട് ഒന്നുകൂടെ. അതെ, മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ എക്സിന് ഈക്വൽ ആയിരിക്കും. അതൊരു പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? എഫ് എക്സ് എസ് കാണാം, എഫ് വൈ വൈ കാണാം, എഫ് വൈ എക്സ് കാണാം, എഫ് ഓഫ് എക്സ് വൈ കാണാം. ഈ 4 ടേമും കാണാം. അതുപോലെ ഈ രണ്ടും തമ്മിൽ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനും പറ്റും. അങ്ങനെ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് അതിന് ബേസിക് ആയിട്ട് പറയുന്നത്. ഇനി ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് വെക്കാം. ഫൈൻഡ് ഓൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് കാണുന്നത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കാം, മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് വൈ എക്സ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ ഡിഫറൻസിയേഷൻ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാനും പറയുന്നുണ്ട്. ഒപ്പം തന്നെ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ എക്സ് ആയിരിക്കും. അപ്പൊ സെഡ് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മ എക്സ് ഡിഫറൻസിയേഷൻ ചെയ്യുക, എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, അതിനുശേഷം വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, അതുപോലെ തിരിച്ച് വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക. രണ്ട് റിസൾട്ടും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ സെഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂ പ്ലസ് എക്സ് റേസ് ടു 4y ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ചെയ്തു നോക്കാം. ചെയ്യുന്നത് എക്സ് സ്ക്വയർ വൈ ക്യൂ പ്ലസ് എക്സ് റേസ് ടു 4y ആണ് നമുക്ക് തന്നിരിക്കുന്നത്. Z is equal to x square y cube plus raised to 4y. അപ്പൊ ഇതിൽ ആദ്യം എന്ത് ചെയ്യണം? അത് നമുക്ക് ഡിഫറൻസിയേഷൻ ആദ്യം എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. ദോ എക്സ് ബൈ ദോ എക്സ് ആയിട്ട് ചെയ്യാം. എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇതൊരു ടേം, ഇതൊരു ടേം. ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x y ക്യൂബ് കിട്ടും. പ്ലസ് ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 4x ക്യൂബ് y എന്ന് കിട്ടും. ഇനി ഇതിനെ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇനി അടുത്ത ടേം ഇത് ഇങ്ങനെ ഇടുന്നുണ്ട്. അടുത്ത ടേമിൽ നമുക്ക് ദോ സെഡ് ബൈ ദോ വൈ ചെയ്യാം. വൈയുടെ ടേമിൽ, അതായത് ഇതിൽ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാണ്. അപ്പൊ ഇവിടെ എക്സ് കോൺസ്റ്റന്റ് വൈയുടെ ടേം എടുക്കാം. വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3y സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ വൈയുടെ ടേമിൽ ചെയ്യുമ്പോൾ വൈയുടെ പവർ 1 ആണ്. അപ്പൊ നമുക്ക് എക്സ് റേസ് ടു 4 കിട്ടും. രണ്ട് ഇക്വേഷനായി. ഇനി നമുക്ക് നമ്മോട് പറഞ്ഞേക്കണത് ദോ സെഡ് ബൈ ദോ എക്സ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദോ എക്സ് ചെയ്തിട്ടുണ്ട്. അതോടെ ദോ വൈ ചെയ്യാം. അതായത് സെയിം ഈ ഇക്വേഷനെ ഇപ്പോൾ ദോ എക്സ് ചെയ്തു. അതായത് ഇത് സെഡ് ആയിരുന്നു. ഇതിന് എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്തു. ഇനി ഈ ടേമിന് നമുക്ക് എന്ത് ചെയ്യാം? വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇവിടെ വൈ ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ഈ വൈയിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഒരു 3 ഉണ്ടായിരിക്കും. ഈ 3നെ 2നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. ഇതിന്റെ പവർ 1 കുറയും. അപ്പൊ നമുക്കിവിടെ 6xy² കിട്ടും. പ്ലസ് ഇവിടെ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് ഇവിടെ 1 - 1 ആയിരിക്കും. അപ്പൊ ബാക്കി കോൺസ്റ്റന്റ് ടേം എന്തായിരുന്നു? അത് വരും. 4x³ വരും. ഇതാണ് ദോ എക്സ് ബൈ ദോ വൈ എന്ന് പറയുന്നത്. ഇനി
വൈയുടെ ടേമിന്, അതായത് ഈ ടേമിന് എക്സിന് ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ദോ സെഡ് ഡിവൈഡ് ബൈ ദോ വൈ ദോ സെഡ് ദോ എക്സ്. വൈയുടെ ടേമിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇക്വേഷനെ എക്സിന്റെ ടേമിൽ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യാം. എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഈ 2ഉം ഈ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും. 6x(y)² പ്ലസ് ഇവിടെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ 4x³ വരും. അപ്പൊ നോക്കി ഇവിടെ നമ്മൾ ഈ ചെയ്തതിനെ നമ്മൾ എന്താ പറയാ, f(x)(y) ആയിരുന്നു. ഇവിടെ ചെയ്തത് f(y)(x) ആയിരുന്നു. അപ്പൊ നോക്കി രണ്ട് റിസൾട്ടും ഈക്വൽ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ f(x)(y) ഈക്വൽ ടു f(y)(z). ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണ്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് സിലബസിലുള്ളതാണോ ഇല്ലാത്തതാണോ? ഉള്ളതാണ്. ഉള്ളതാണല്ലേ. സെക്കൻഡ് അത് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒന്നിന് മുകളിൽ വരും. അപ്പൊ അതിന്റെ ഉള്ളിൽ വരുന്ന ആ കൺസെപ്റ്റിൽ വരുന്ന ഭാഗമാണത്. ഓക്കെ ഓക്കെ. അത്രയും ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പക്ഷെ ക്വസ്റ്റ്യൻ ഫോട്ടോ എടുത്തപ്പോൾ അത് വന്നില്ല എന്നാണ് ചെയ്ത് കാണിച്ചത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതായത് f(x)(y) എന്ന് പറയുന്നത് log 4x - 7y. ഇവിടെ നമ്മുടെ മിക്സ്ഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ ആണ് ചെയ്യാൻ പറയണം. അപ്പൊ നമ്മുടെ f(x) എന്ന് പറഞ്ഞ ഈ ടേം ആണ്. അപ്പൊ ആദ്യം f(x) നമ്മൾ ആദ്യം കാണേണ്ടത് ദോ സെഡ് ബൈ ദോ എക്സ് കാണാം. അതിനുശേഷം ദോ സെഡ് ബൈ ഏതിനു പകരം ഡിക്ക് പകരം നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ഡെറിവേറ്റീവ് നമ്മൾ dy/dx എന്നല്ല എഴുതാം. ഒരു കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷെ പാർഷ്യൽ ഡെറിവേറ്റീവ് കേസിൽ മാത്രമേ ദോ യൂസ് ചെയ്യുള്ളൂ. അല്ലാത്ത കേസിൽ dy/dx യൂസ് ചെയ്യും. നമ്മുടെ കൺസെപ്റ്റ് വരുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആവുമ്പോൾ അവിടെ ദോ എക്സ് വരും. അല്ലാത്ത കേസിലൊക്കെ dy/dx തന്നെ വരാം. അപ്പൊ ഇത് നോക്കിയത് ലോഗ് ഈ ടേം എന്ന് പറഞ്ഞേക്കണം. ലോഗ് എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/x എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടേമിന് മൊത്തം എക്സ് ആയിട്ട് എടുത്തുകൊണ്ട് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത് 1/x-ന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ അത് തന്നെ വരും. 4x - 7y വരും. ഇതിന്റെ കൂടെ ഒരു എക്സിന്റെ ടേം 4x ഉണ്ട്, ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 4 വരും. നമ്മുടെ ആൻസർ 4/4x - 7y എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? 4 ഈ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 4x ചെയ്യുമ്പോൾ അതായത് ലോഗ് എക്സ് ആണ്. ലോഗ് എക്സിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1/x ആണ് കിട്ടുക. അപ്പൊ ഇത് ടേമിന് മൊത്തം എക്സ് ആയിട്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടെ 1/x-ന്റെ ടേമിൽ 4x - 7y എന്ന് കിട്ടും. അതിനുശേഷം ഈ ഇക്വേഷനിൽ എക്സിന്റെ ടേം ഉണ്ട്, എക്സിന്റെ ടേമിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ ടേമിനെയും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പൊ ഇവിടെ 4x-ന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുക. എന്നുവെച്ചാൽ എക്സിന്റെ പവർ 1 - 1 0 ആണ്. x⁻0 എന്ന് വെച്ചാൽ 1 ആണ്. അതുകൊണ്ട് ഇവിടെ 4 കിട്ടും. 4 × 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4/4x - 7y എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി വൈയുടെ ടേമിൽ ചെയ്യാം. വൈയുടെ ടേമിൽ ചെയ്യുമ്പോൾ നമുക്ക് 1/y ആണ് പറയുന്നത്. 1/y എന്ന് പറയുമ്പോഴും വൈയുടെ ടേം ആയിട്ട് നമുക്ക് ഇതിന് 4x - 7y വരും. കൂടെ ഈ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഫുഡ് -7 ആണ് വരിക. വൈയുടെ പവർ 1 - 1 വരും. അപ്പോൾ കൂടെ -7 വരും. അപ്പൊ ആൻസർ -7/4x - 7y എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഇനി ചെയ്യുമ്പോൾ നോക്കിയാൽ ഈ ടേമിൽ ഇവിടെ ഒരു ടേം താഴെ ഒരു ടേം. അപ്പൊ UV ഫോം ആണ് നമ്മൾ കൊടുക്കേണ്ടത്. U/V ഫോം, അതായത് കോഷ്യൻ റൂൾ കൊടുക്കണം. ഇനി ചെയ്യുമ്പോൾ U/V ഫോം, അതായത് ഇതിനൊന്നും കൂടി ഡിഫറൻസിയേഷൻ വൈയുടെ ടേമിൽ
ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നമുക്ക് ഇനി ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് വൈ കാണാം. എഫ് ഓഫ് എക്സ് വൈ ടേം കാണുമ്പോൾ ഈ ഇക്വേഷനെ കിട്ടിയ ആൻസറിനെ ഒന്നും കൊണ്ട് ഡിഫറൻസിയേഷൻ ചെയ്യണം വൈയുടെ ടേമിൽ. അങ്ങനെ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇവിടെ 1/y എന്ന ഫോമില കിടക്കുന്നത്. അത് u/v ഫോമാണ് കിടക്കുന്നത്. u/v ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതാം. സെക്കൻഡ് അതായത് ഇവിടെ വരുമ്പോൾ u/v ഫോം ആദ്യം എഴുതാം. നമുക്ക് വിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക ഇൻറ്റു യു അങ്ങനെ തന്നെ എഴുതാം മൈനസ് വിനെ അങ്ങനെ തന്നെ എഴുതാം യുവിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക ഡിവൈഡ് ബൈ താഴെ വിയുടെ സ്ക്വയർ. ഇതാണ് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്. അത് വിനെ താഴെ കിടക്കുന്നത് u/v അതാണ് കോഷ്യൻ. u/v വരുമ്പോൾ u/v എന്ന് വെച്ചാൽ മുകളിൽ u വരും താഴെ v വരും. അങ്ങനെ ടേം വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഫ്രാക്ഷൻ രൂപത്തിലാണ് കിടക്കുന്നത് 4/4x - 7y. അപ്പൊ നമുക്ക് മുകളിൽ ഒരു ടേം ഉണ്ട് താഴെ ഒരു ടേം ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷന്റെ ഈ ഫോർമാറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം. അതായത് വൈനെ ഡിഫറൻസിയേഷൻ ചെയ്യുക ഇൻറ്റു യു അങ്ങനെ തന്നെ എഴുതുക മൈനസ് വി അങ്ങനെ തന്നെ നിർത്തിയിട്ട് യുവിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക താഴെ കിടക്കുന്ന വിയുടെ സ്ക്വയർ. അത് ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് വരും വെച്ചാൽ ആദ്യം താഴത്തെ ടേമിനെ ഡിഫറൻസിയേഷൻ ചെയ്യാനാണ് പറയണം. താഴത്തെ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഓർഡർ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. താഴത്തെ ടേമിന് ആദ്യം താഴത്തെ ടേം അങ്ങനെ തന്നെ എഴുതാം 4x - 7y ഇൻറ്റു മുകളിൽ കോൺസ്റ്റന്റ് ടേമാണ് 4 കോൺസ്റ്റന്റ് ആകുമ്പോൾ ഈ ടേമിന് മൊത്തം ഇൻറ്റു 0 വരും മൈനസ് ഇനി 4xy ഡിഫറൻസിയേഷൻ ചെയ്യാം. 4xy ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ വൈയുടെ ടേമിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4 എന്തായാലും മുകളിലൂടെ ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു 4 അവിടെ ഉണ്ട്. ഡിഫറൻസിയേഷൻ ചെയ്യുന്ന ടേം -7y ആണ്. ഈ -7y-നെയാണ് നമ്മൾ ഇനി ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. -7y ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ -7 കിട്ടും. ഈക്വൽ ടു -+28 വരും. താഴെ ഉണ്ടായിരുന്ന ടേം ഇവിടെ ഉണ്ടായിരുന്ന അതുപോലെ തന്നെ എഴുതാം 4x - 7y ഹോൾ സ്ക്വയർ അങ്ങനെ തന്നെ വരും. അതായത് ഈ ടേമിനെ ഇതിലേക്ക് നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാണ്. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഫംഗ്ഷൻ താഴെയുള്ള ടേമിനെ അങ്ങനെ തന്നെ എഴുതി. അത് വിനെ അങ്ങനെ തന്നെ എഴുതി. ഈ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇവിടെ എക്സോ വൈയോ ഇല്ല. അതുകൊണ്ട് ടേം 0 ആയിട്ട് പോകും. അപ്പൊ ഇൻറ്റു 0 വരും. ഈ ടേം മൊത്തം 0 ആയിട്ട് പോയി. ഇനി താഴെ വിനെ അങ്ങനെ തന്നെ എഴുതാം. അതായത് രണ്ടാമത്തെ ടേമിനെ അങ്ങനെ തന്നെ എഴുതാം. ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ 4 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ 4 അങ്ങനെ തന്നെ എഴുതാം. താഴത്തെ ടേമിന് ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഈ -7 വരും. ആ -7ഉം -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +28 കിട്ടും. താഴെ ഉണ്ടായിരുന്ന ടേം വിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ താഴെ ഉണ്ടായിരുന്ന ടേം അങ്ങനെ തന്നെ അതിന്റെ ഹോൾ സ്ക്വയർ കൊടുക്കാം. അപ്പൊ 28 / 4x - 7y ഹോൾ സ്ക്വയർ കിട്ടും. ക്ലിയർ ആണോ അത്? പോയോ? അതായത് ഈ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യണം. അത് u/v ഫോം ചെയ്യണം എന്ന് വെച്ചാൽ ഇതൊരു ടേം രണ്ട് ടേമാണ് ഡിവിഷൻ ആണ് കിടക്കുന്നത്. അതുകൊണ്ട് കോഷ്യൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വി ഫംഗ്ഷൻ ഇവിടെ ഞാനിപ്പോ ചെയ്തത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇട്ടിട്ട് ഇതിന് ഡിഫറൻസിയേഷൻ കൊടുത്തതിന് ശേഷം ഇതിനങ്ങനെ തന്നെ ഇതിന് ഡിഫറൻസിയേഷൻ ചെയ്തു. ഇതിന് അങ്ങനെ തന്നെ എഴുതി. അതായത് v ഇൻറ്റു കോഷ്യൻ റൂൾ ഇങ്ങനെ എഴുതാം. v അങ്ങനെ തന്നെ എഴുതാം. ആദ്യം ഡിഫറൻസിയേഷനിൽ v അങ്ങനെ തന്നെ എഴുതാം. അതിനുശേഷം യുവിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക ഇൻറ്റു പിന്നെ ഒരു മൈനസ് യു അങ്ങനെ തന്നെ എഴുതുക. വിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക താഴെ വിയുടെ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനിലേക്ക് നമ്മുടെ ഈ ടേമിനെ കൊണ്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? വി എന്ന് പറഞ്ഞാൽ താഴെയുള്ള ടേമാണ്. അപ്പൊ താഴെയുള്ള ടേം അങ്ങനെ തന്നെ എഴുതി. ഫസ്റ്റ് ഞാൻ താഴെയുള്ള ടേം അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു ഈ മുകളിലത്തെ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യും. ഇവിടെ എക്സോ വൈയോ ഒന്നും ഇല്ല, കോൺസ്റ്റന്റ് ടേം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് 0 വരും. 0 കൊണ്ട് ഈ ടേമിന് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. അതിനുശേഷം നമുക്ക് ഇവിടെ മൈനസ് ഇട്ടു. വിനെ മുകളിൽ കിടക്കുന്ന ടേം അങ്ങനെ തന്നെ എഴുതാം. അത് 4 അങ്ങനെ തന്നെ എഴുതി. താഴെ ഈ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൈയുടെ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറയണം. അപ്പൊ വൈയുടെ -7 കിട്ടും. ഈ -7ഉം -4നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +28 വരും. താഴെ ഉണ്ടായിരുന്ന ഈ ടേമിന്റെ ഹോൾ സ്ക്വയർ വരും. അതാണ് ഇക്വേഷൻ ഉള്ളത്. താഴെ ഉണ്ടായിരുന്ന ഹോൾ സ്ക്വയർ. അപ്പൊ നമ്മുടെ ആൻസർ 28 / 4x - 7y ഹോൾ സ്ക്വയർ കിട്ടും. ഇപ്പൊ ക്ലിയർ ആണോ? ഈ റൂൾ തന്നെ ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ -7 ഉണ്ടായിരുന്നു. ഈ ടേം അങ്ങനെ തന്നെ വരും 4x - 7y. അപ്പൊ നമുക്ക് ഇവിടെ 4x - 7y അങ്ങനെ തന്നെ വരും ഇൻറ്റു മുകളിലത്തെ ടേമിന് നേരത്തെ കൊടുത്ത പോലെ തന്നെ മുകളിലത്തെ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യാം. മുകളിലത്തെ ടേം കോൺസ്റ്റന്റ് ടേമാണ് -7. വേറെ ടേമുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 0 വരും. അപ്പൊ ഈ ടേം മൊത്തം 0 ആയിട്ട് പോകും. പിന്നെ മൈനസ് ഇവിടെ ഓൾറെഡി -7 ഉണ്ട് ഇൻറ്റു ഈ ടേമിൽ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ ഒരു 4 വരും. അപ്പൊ നമുക്കിവിടെ 4 വരും.
ഇൻറ്റു 4 വരും. ഹോൾ ഡിവൈഡ് ബൈ താഴെ ടേം അങ്ങനെ തന്നെ 4x മൈനസ് 7y ഹോൾ സ്ക്വയർ വരും. ഇവിടെ ഇത് മൊത്തം 0 ആയിട്ട് പോയി. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയി. 7ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 വരും. അപ്പൊ 28 ഡിവൈഡ് ബൈ താഴെ ഉണ്ടായിരുന്ന 4x മൈനസ് 7y ഹോൾ സ്ക്വയർ കിട്ടും. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എഫ് ഓഫ് വൈ എക്സ് എന്ന് പറഞ്ഞാലും എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നാണ്. കേട്ടോ. നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുമ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ dy ബൈ ഡി എക്സ് ആണ്. വൈയുടെ ടേം തന്നിട്ടുണ്ട്, അതിനെ dy ബൈ ഡി എക്സിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ എക്സിന്റെ ടേമിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. 3 ഇൻറ്റു എക്സ്, എക്സിന്റെ പവർ ഒന്ന് കുറഞ്ഞു സ്ക്വയർ. ഇവിടെ 2 ഇൻറ്റു 3 4 ആയിരുന്നു, 2 ആയിരുന്നു. 2 ഇൻറ്റു 2 4, പവർ ഒന്ന് കുറഞ്ഞു. മൈനസ് എക്സിന്റെ പവർ 1 ആയതുകൊണ്ട് -3 കിട്ടും. ബാക്കി കോൺസ്റ്റന്റ് ആവും. അപ്പം dy ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ 3x² പ്ലസ് 4x മൈനസ് 3 എന്ന് കിട്ടി. ഇത് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ആ ആ കട്ടായി പോയത്. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് dy ബൈ ഡി എക്സ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഡെറിവേറ്റീവ്സിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കേസിൽ വരുമ്പോൾ dy ബൈ ഡി എക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം നിങ്ങൾക്ക് dy ബൈ ഡി എക്സ് ആണ് ഓർഡർ ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഓർഡർ കാണാം, അതിനുശേഷം തേർഡ് ഓർഡർ കാണാം. അപ്പൊ ഫസ്റ്റ് ഓർഡർ വരുന്നത് dy ബൈ ഡി എക്സ്, y തന്നിട്ടുണ്ട്. ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3x², ഈ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യാം. x³ പ്ലസ് 2x² സ്ക്വയർ മൈനസ് 3x പ്ലസ് 5 കോൺസ്റ്റന്റ് 0 ആയിട്ട് പോകും. ഈ ടേം ചെയ്യുമ്പോൾ 3x² വരും. ഇവിടെ നമുക്ക് 2 ഇൻറ്റു 2 4x വരും. ഇവിടെ എക്സിന്റെ ടേമിൽ വരുമ്പോൾ -3 കിട്ടും. ഇക്വേഷൻ dy ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ 3x² പ്ലസ് 4x മൈനസ് 3 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല. ഇതാണ് y. ഇത്രേ ഉള്ളൂ. ഞാനത് മനസ്സിലാവേണ്ടി ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡറും ഒരുമിച്ച് എഴുതി മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു ക്വസ്റ്റ്യൻ കേട്ടോ. y is equal to ഇനി ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണണം. അപ്പൊ ഈ ടേമിനെ തന്നെ ഇപ്പൊ കിട്ടിയ ആൻസറിനെ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യണം എക്സിന്റെ ടേമിൽ. അപ്പൊ d² y ബൈ ഡി എക്സ്², അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിന്റെ ടേമിൽ വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2, ഇവിടെ നമുക്ക് 6x കിട്ടും. ഇവിടെ എക്സിന്റെ ടേം ഈ ടേം മാത്രം ഉള്ളതുകൊണ്ട് 4 കിട്ടും. ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 4x പ്ലസ് 4 എന്ന് കിട്ടും. അല്ല, 6x പ്ലസ് 4 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇനി ഇതിനൊന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് d³ ബൈ ഡി എക്സ് എന്ന് കിട്ടും. dx³ എന്ന് കിട്ടും. ക്യൂബിന്റെ dx³ കിട്ടും. അപ്പൊ ഈ ടേമിന് ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യാം എക്സിന്റെ ടേമിൽ. ഈ ടേം കോൺസ്റ്റന്റ് ആണ്. 6xന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പൊ ഈ ഒറ്റ ക്വസ്റ്റിനെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്തു, സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്തു, തേർഡ് ഡെറിവേറ്റീവ് ചെയ്തു. അതാണ് ഈ കിടക്കുന്ന ഈ ആൻസർ. അപ്പൊ ക്ലിയർ ആണത്? ഇനി തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈ അണ്ടറിൽ വരുന്നത് ഇതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ നമുക്ക് ഡിക്ക് പകരം എന്ത് വരും? ദോ വരും. അപ്പൊ ദോ ക്യൂബ് എഫ് ഡിവൈഡ് ബൈ ദോ എക്സ് ദോ വൈ ദോ സെഡ്. അപ്പൊ ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടായിരുന്നു, x² y³ z⁴. ഇതിന് നമുക്ക് ആദ്യം സെഡിന് ഇവിടെ ലാസ്റ്റ് എടുക്കുന്ന ഏതാണ് ടേം നോക്കാം. ലാസ്റ്റ് എടുക്കുന്നത് സെഡ് ആണ്. അപ്പോൾ സെഡിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, അതിനുശേഷം y ചെയ്യുക, അതിനുശേഷം x ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ടേമിൽ x² y² z⁴. z⁴ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിന്റെ പവർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ടേമിനെയും ചെയ്ത് നോക്കാം. അപ്പൊ സെഡിനെ മാത്രം ചെയ്താൽ മതി, ബാക്കി രണ്ടും കോൺസ്റ്റന്റ് ആണ്. അത് അങ്ങനെ തന്നെ നിർത്തി സെഡിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് 4 ഇൻറ്റു z⁻³ കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. സെഡിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്തു. ഈ ഇക്വേഷൻ എടുത്തിട്ട് വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. വൈയുടെ ടേം മാത്രം എടുക്കുക, ബാക്കി രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് അതുപോലെ തന്നെ എഴുതുക. വൈന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇവിടെ വൈയുടെ പവർ സ്ക്വയർ ആയിരുന്നു, അല്ല വൈയുടെ പവർ ക്യൂബ് ആയിരുന്നു. ഇവിടെ ക്യൂബ് ആണ്. വൈയുടെ പവർ ക്യൂബ് ആയിരുന്നു. ക്യൂബിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3
വൈ സ്ക്വയർ അതുപോലെ 4z ക്യൂബ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇതിന് നമ്മൾ ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് ക്യൂബ് എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ചെയ്യേണ്ടത് സെഡിന് ഇപ്പൊ നമുക്ക് സെഡ് ചെയ്തു വൈ ചെയ്തു, ഇനി ചെയ്യേണ്ടത് എക്സിന്റെ ടേമിലാണ്. അപ്പൊ ഈ ഇക്വേഷനെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇവിടെ ഒരു 12 ഇൻറ്റു ഈ 2 വരും. 12 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 24 എക്സ് വൈ സ്ക്വയർ സെഡ് ക്യൂബ് വരും. 24 എക്സ് വൈ സ്ക്വയർ സെഡ് ക്യൂബ് കിട്ടും. അതാണ് തേർഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത്. 3 ടേമിൽ ചെയ്തു. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇനി അടുത്തത് ദോ ക്യൂബ് എഫ് ഡിവൈഡ് ബൈ ദോ എക്സ് ദോ വൈ ദോ സെഡ്. തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ സെഡ് എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് സെഡ് ചെയ്യണം, വൈ ചെയ്യണം, എക്സ് ചെയ്യണം. നേരത്തെ ഇതുപോലെ 3 ഡെറിവേറ്റീവും കാണും. അപ്പൊ ഫസ്റ്റ് സെഡിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. സെഡിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ വെച്ചാൽ ഇതിൽ കോൺസ്റ്റന്റ് ഈ വൈ സെഡ് മാത്രമേ ഉള്ളൂ. ഇത് എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ വൈ ഇ റേസ് ടു സെഡിന് വൈ സെഡിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ആ ടേം തന്നെ വരും. പിന്നെ ഈ വൈ സെഡിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ സെഡിന്റെ പവർ 1 ആണ്. 1 - 1 എന്ന് പറയുമ്പോൾ 1 ആയിട്ട് പോകും. 1 ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ വൈ കിട്ടും. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ വൈ ഇ റേസ് ടു വൈ സെഡ് എന്നുണ്ട്. ഇത് ക്ലിയർ ആണോ? ഹലോ ഹലോ ഇക്ക് പവർ ഇവിടെ നമുക്ക് വൈ സെഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഏത് ടേമിന് ഇക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ത് ചെയ്താലും അത് തന്നെ ആയിരിക്കും ഡിഫറൻസിയേഷൻ ചെയ്ത് വരാം. ഇന്റഗ്രേഷൻ ചെയ്താലും അത് തന്നെയാണ് വരാം. അപ്പൊ നമുക്ക് ഈ ആദ്യം ഇ റേസ് ടു വൈ സെഡ് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വരും. അതിനുശേഷം ഹലോ ഈ ക്വസ്റ്റ്യൻ ഉള്ളതല്ലേ? ഈ ഒരുമിച്ചാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഒരുമിച്ച് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ സെഡ് ഒറ്റ ടേമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സെഡിന്റെ ടേമിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പൊ സെഡിന്റെ ടേം എന്ന് പറയുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, അത് അങ്ങനെ തന്നെ എഴുതി. ഇ റേസ് ടു വൈ സെഡ് എന്ന് പറയുമ്പോൾ അത് തന്നെ വരും. പിന്നെ നമുക്ക് ഈ മുകളിലത്തെ പവറിൽ സെഡിന്റെ കൂടെ എന്താണ് ഉണ്ടായിരുന്നത്? വൈ ആയിരുന്നു. അതൊന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പൊ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഇൻറ്റു ഇ റേസ് ടു വൈ സെഡ് എന്ന് കിട്ടും. ഇനി ഈ ടേമിനെ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക. ഈ കിട്ടിയ ഇക്വേഷനെ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക. എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ വരും. വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴും ഇവിടെ നമുക്ക് നോക്കിയേ വൈയുടെ ഒരു പ്രത്യേകത ഉണ്ട്. വൈ 2 ടേമിലല്ല, ഒറ്റ ടേമില്. ഇവിടെ 2 ഈ ടേം വന്നപ്പോൾ നോക്കി ഇവിടെ ഒരു വൈ ഉണ്ട്, ഇവിടെ ഒരു വൈ ഉണ്ട്. അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷൻ റൂളായി, യു വി റൂളായി ഇവിടെ നമുക്ക്. ഇല്ല, ഇവിടെ ഒരു വൈ വന്നു, ഇവിടെ വൈ വന്നു, രണ്ടും ഇൻറ്റു ഇതല്ലേ വരണേ. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇവിടെ എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ സെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിന്റെ കൂടെ ഒരു വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഇ റേസ് ടു വൈ സെഡ് കിട്ടി. ഇതിനെയാണ് നമ്മൾ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്തത്. അപ്പൊ വൈക്ക് 2 ടേം ആയിരുന്നു. ഇതൊരു ടേമും ഇതൊരു ടേമും. 2 ടേമോടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ സെഡ് അങ്ങനെ തന്നെ എഴുതി, ഒരു ടേം അങ്ങനെ തന്നെ എഴുതി. സെക്കൻഡ് ഈ സ്ക്വയറും വൈനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അതുകൊണ്ട് ഈ ടേമിന് അങ്ങനെ തന്നെ എഴുതി. ഇത് ചെയ്ത് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാല് എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ സെഡ് ആയിരുന്നു. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ ടേമിൽ സെഡിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, ഇ റേസ് ടു വൈ എക്സും കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു ഒരു വൈ വരും. സെക്കൻഡ് ടേമിൽ വരുമ്പോൾ ഇത് യുവും ഇത് വി ആയി. 2 ടേമിലും വൈ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെ രണ്ടാം നമ്മൾ വൈന്റെ ടേമിൽ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ എന്നുള്ള ഒരു ടേം ഇത് ഒറ്റ ടേം ആയിട്ട് എടുക്കുക. ഇത് കോൺസ്റ്റന്റ് ആണ്, എക്സ് സ്ക്വയർ ഇൻറ്റു ഇത് പത്തോട്ട് എഴുതണേ. വൈ ഒന്ന് ഓർഡർ ആക്കി ചെയ്തതിന് ശേഷം എഴുതാൻ പാടുള്ളൂ. എക്സ് സ്ക്വയർ വൈ ഇ റേസ് ടു വൈ സെഡ്. അപ്പൊ ഇതൊരു ടേം, ഇതൊരു ടേം, ഇത് യു ഇത് വി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ വരും
യുവിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് വിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക പ്ലസ് വിനെ അങ്ങനെ തന്നെ നിർത്തി യുവിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക. ഇതാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് റൂൾ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്തു. വൈനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ തന്നെ വരും. ഇതിന്റെ കൂടെ ഉണ്ടെന്ന ടേം ഇ റേസ് ടു വൈ സെഡ് അങ്ങനെ തന്നെ എഴുതി. പ്ലസ് സെക്കൻഡ് ടേമിൽ ഈ വൈ ഇ റേസ് ടു സെഡ് അങ്ങനെ തന്നെ എഴുതാം. ഈ ടേമിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ വൈ അങ്ങനെ തന്നെ വരും. ഇ റേസ് ടു വൈ സെഡിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു വൈ സെഡും വരും, കൂടെ ഒരു വൈയും വരും. അല്ല സെഡിന് ഇവിടെ വൈ അല്ല വരാ, സെഡ് ആണ് വരാം. സെഡിന്റെ ടേമിലല്ല നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പൊ സെഡ് വരും, വൈ വരും, വൈ വരും. അല്ല വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ സെഡ് വരും. ഇനി ഇതിൽ നോക്കിയാൽ ഇവിടെ ഇ റേസ് ടു വൈ സെഡ് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഇ റേസ് ടു വൈ സെഡും എക്സ് സ്ക്വയറും രണ്ടിടത്തും കോമൺ ആണ്, അതിനെയും പുറത്തെടുത്തു. ബാക്കി വരുന്നത് ഇവിടെ നിന്ന് ഈ ടേം മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 1 ഉണ്ടാവും. പ്ലസ് ഇവിടെ താഴത്തെ ടേം പോയി കഴിഞ്ഞാൽ അവിടെ വൈയും ഇവിടെ ഒരു വൈയും ഇവിടെ ഒരു സെഡ് ഉണ്ടാവും. അപ്പോൾ വൈ സെഡ് കിട്ടും. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണ്. ഇനി ഇതിനെന്ത് ചെയ്യണം? വീണ്ടും ദോ ബൈ ദോ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ, ഇവിടെ നമുക്ക് ഒരു ടേം ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല, നേരിട്ട് കൊടുക്കുക. വെച്ചാൽ ഇവിടെ ഒറ്റ എക്സ് ടേം മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ വൈ ടേം ആണ്, ഒക്കെ കോൺസ്റ്റന്റ് ആണ്, അതിലൊന്നും ചെയ്യാനില്ല. അപ്പൊ ഇ റേസ് ടു വൈ സെഡ് അങ്ങനെ തന്നെ വരും. എക്സ് സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഒരു 2ഉം വരും, ഒരു എക്സും വരും. പിന്നെ ബാലൻസ് ഉള്ള 1 പ്ലസ് വൈ സെഡ് അങ്ങനെ തന്നെ എഴുതാം. ക്ലിയർ ആണത്? അതായത് ഇവിടെ ഒരു എക്സ് സ്ക്വയർ മാത്രം ഡിഫറൻസിയേഷൻ ചെയ്യുള്ളൂ. എക്സ് സ്ക്വയറിന് ഡിഫറൻസിയേഷൻ നമുക്ക് 2x കിട്ടും. ആ 2ഉം എക്സും കൊടുത്തു, ഇ റേസ് ടു വൈ സെഡ് അങ്ങനെ തന്നെ എഴുതി, ഈ 1 പ്ലസ് വൈ സെഡ് അങ്ങനെ തന്നെ എഴുതി. ക്ലിയർ ആണോ? പറയുന്നൊന്നും കേൾക്കുന്നില്ല. ആ 1 മിനിറ്റ്, ഞാൻ നോട്ട് ചെയ്യുന്നു, ഓപ്പൺ ആയിട്ട് കേട്ടാ. നോട്ട് ഓപ്പൺ ആണില്ല, നോക്കട്ടെ. കഴിഞ്ഞിട്ടായിരുന്നു. അടുത്ത നമുക്ക് കാണുന്നുണ്ട്. ഹലോ ഹലോ കാണാം.
അടുത്ത് നമുക്ക് ചെയിൻ റൂൾ ആണ്. ചെയിൻ റൂൾ വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം? ചെയിൻ റൂൾ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് തേർഡ് മൊഡ്യൂളുണ്ട്. അതിൽ ചെയിൻ റൂൾ യൂസ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. സെഡ് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത്. ടേം എക്സ് ഓഫ് ടി വൈ ഈക്വൽ ടു വൈ ഓഫ് ടി സെപ്പറേറ്റ് ആയിരിക്കും തരും. അപ്പൊ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് സെഡിനെ ആദ്യം ദോ സെഡ് ബൈ ദോ എക്സ് ചെയ്യാം, പിന്നെ ദോ സെഡ് ബൈ ദോ വൈ ചെയ്യാം. അപ്പൊ നമുക്ക് എക്സും കിട്ടും വൈയും കിട്ടും. ആ എക്സിനെ വൈനെയും ഡി എക്സ് ബൈ ഡി ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ടി കിട്ടും, ഡി വൈ ബൈ ഡി ടി ചെയ്യുന്ന നമുക്കും ടി കിട്ടും. അതിന്റെ കൂടെ അതായത് നമ്മൾ ഇക്വേഷനെ ചെയിൻ റൂൾ ആയിട്ട് ചെയ്യുമ്പോൾ ഈ എക്സ് സെഡിനെ ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പൊ ഡി സെഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞാല് ദോ സെഡ് ബൈ ദോ എക്സ് ഇൻറ്റു ഈ ഡി എക്സ് ബൈ ഡി ടി വരും ഇതിന് കൂടെ. അതേപോലെ സെക്കൻഡ് ടേം പ്ലസ് ഈ ദോ സെഡ് ബൈ ദോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി വരും. അത് ഫസ്റ്റ് ടേമിനെ അങ്ങനെ നിർത്തിയിട്ട് അതിനെ എക്സിന്റെ ടേമിലും ഡി ടിയുടെ ടേമിലും ഡിഫറൻസിയേഷൻ ചെയ്യണം ഇൻറ്റു പ്ലസ് സെക്കൻഡ് ടേം വൈയുടെ ടേമിലും ഡി വൈ ബൈ ഡി ടിയുടെ ടേമിലും ഡിഫറൻസിയേഷൻ ചെയ്യണം. ഇതാണ് ചെയിൻ റൂൾ എന്ന് പറഞ്ഞത്. ഒരു ടേം അവിടെ നിർത്താം, പ്ലസ് അടുത്ത ഡിഫറൻസിയേഷൻ ചെയ്യാം, അതിനുശേഷം അടുത്ത അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ എങ്ങനെ വരാന്നുള്ളത് നോക്കാം ഫസ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി വൈ ഈക്വൽ ടു വൈ ഓഫ് ടി സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി മൂന്നെണ്ണം ടൈപ്പ്. നേരത്തെ രണ്ട് വേരിയബിളിന്റെ കേസ് പറഞ്ഞു. ഇനി രണ്ട് വേരിയബിൾ അപ്പൊ എക്സും വൈയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ സെഡ് എന്നുള്ള ടേം കൂടി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ദോ സെഡ് ബൈ ദോ ഡബ്ല്യു ബൈ ദോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ദോ ഡബ്ല്യു ബൈ ദോ വൈ ഡി വൈ ബൈ ഡി ടി പ്ലസ് ദോ ഡബ്ല്യു ബൈ ദോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി എന്ന് കിട്ടും. അത് മൂന്ന് വേരിയബിൾസും സെപ്പറേറ്റ് കൊടുക്കുക. ദോ ചെയ്യുക, എക്സ് വൈ സെഡ് വരും, മൂന്ന് ടിയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ വരും. അത് ഈ ഒരു പാറ്റേൺ നമുക്കവിടെ വരുന്നത്. എക്സിന്റെ ടേമിൽ തന്നിരിക്കുന്നത് എക്സ് ഡബ്ല്യു ആയിട്ട് എക്സ് വൈ സെഡ് തരും. അപ്പൊ എക്സ് വൈ സെഡ് വരും. ഈ എക്സിനെ ടിയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, വൈനെ ടി ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുക, സെഡിനെ ടി ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരെ നോക്കാം. ഇവിടെ നമുക്കൊരു സെഡ് വന്നിട്ടുണ്ട് വൈ എക്സ് സ്ക്വയർ വൈ. എക്സ് എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്, വൈ എന്ന് പറയുന്നത് ടി ക്യൂബ് ആണ്. ഫൈൻഡ് ഡെറിവേറ്റീവ്സ് ഓഫ് സെഡ്. അതിന്റെ ഡെറിവേറ്റീവ് ഓഫ് സെഡ് കാണാനാണ് പറഞ്ഞേക്കാം. ചെയ്ത് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സെഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ആയിരുന്നു. എക്സ് എന്ന് പറയുന്നത് ടി സ്ക്വയർ, വൈ എന്ന് പറയുന്നത് ടി ക്യൂബ്. രണ്ട് ടേം ഉള്ളൂ. എക്സിന് വൈന് രണ്ട് ടേം ഉള്ളൂ. അപ്പൊ നമുക്ക് സെഡ് എന്ന് പറയുന്നത് രണ്ടായിട്ട് വരും. ആദ്യം എക്സിന്റെ ടേമിലും വൈയുടെ ടേമിലും. അതിനുശേഷം ഇവിടെ ടി വെച്ച് വരും, അതിന് ടി ആയിട്ട് വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരുന്ന വെച്ചാല് ഡി സെഡ് ബൈ ഡി ടി സീക്വൽ ടു ആദ്യം സെഡിന്റെ ടേമിൽ ദോ സെഡ് ബൈ ദോ എക്സ് ചെയ്യാം, ദോ എക്സ് ചെയ്യാം ഇൻറ്റു അതിന്റെ കൂടെ ഡി സെഡ് ബൈ ഡി ടി ചെയ്യാം പ്ലസ് ദോ സെഡ് ബൈ ദോ വൈ ചെയ്യാം ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി ചെയ്യാം. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ ആദ്യം സെഡിന്റെ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യാം. സെഡ് നമുക്ക് ഇവിടെ തന്നിരുന്നു. ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഡി സെഡ് ബൈ ഡി ടി ചെയ്യാം. ടേമിന് ഡിഫറൻസിയേഷൻ അതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പൊ ആദ്യം സെഡിനെ നമുക്ക് ഈ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ ദോ സെഡ് ബൈ ദോ എക്സ് വരും. ദോ സെഡ് ബൈ ദോ എക്സ് എന്ന് പറഞ്ഞാല് എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു എക്സ് വൈ ഫസ്റ്റ് ടേം കിട്ടും. ഇനി ദോ സെഡ് ബൈ ദോ വൈ ചെയ്യാം. വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ കിട്ടും. വൈയുടെ ടേം ഒറ്റ ടേം ഉള്ളൂ. ഇതിന്റെ പവർ 1 - 1 ആവുന്ന സമയത്ത് ഈ കോൺസ്റ്റന്റ് ടേം അങ്ങനെ തന്നെ വരും. ഈ രണ്ട് ടേം കിട്ടി. ഇനി ഡി എക്സ് ബൈ ഡി ടി ചെയ്യും. ഇതിൽ നിന്നും ഡി എക്സ് ബൈ ഡി ടി ചെയ്യാം. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ നമുക്ക് 2t വരും. അതുപോലെ ഡി വൈ ബൈ ഡി ടി ചെയ്യാം. ഡി വൈ ബൈ ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് 3t സ്ക്വയർ വരും. ഇതല്ല, ഈ 4 ടേമും കൂടി ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അതാണ് ഡി സെഡ് ബൈ ഡി ടി എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ടേം ഇത് ഡി സെഡ് ബൈ ഡി എക്സ്, അതായത് ഡി സെഡ് ബൈ ഡി എക്സ് വരെ നമുക്ക് 2xy കിട്ടും. ഇക്വേഷൻ നമുക്ക് 2xy ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി, അതായത് സെക്കൻഡ് ടേം, അത് ഈ ടേം എടുക്കും എക്സിന്റെ ടേമിൽ. അപ്പൊ ഇൻറ്റു 2t വരും, 2t വരും പ്ലസ് ഇനി വരുന്ന സെക്കൻഡ് ടേം ഇവിടെ x² ആണ്, നമുക്ക് x² വരും ഇൻറ്റു ഇതിന്റെ കൂടെയുള്ള ഡി എക്സ് ബൈ ഡി എന്ന് പറയുന്നത് 3t² വരും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4xy t വരും പ്ലസ് ഇവിടെ ഒരു x² ഒരു 3t², അപ്പൊ നമുക്ക് 3x² t² വരും. ഇതുവരെ ക്ലിയർ ആണോ? ഹലോ ഹലോ ക്ലിയർ ആണ്. ഇനി ഇവിടുത്തെ എക്സിന്റെയും വൈയുടെയും സ്ഥാനത്ത് ഈ എക്സിനും വൈക്കും ഇവിടെ x²നൊക്കെ നമുക്ക് ഇവിടെ എക്സിനും വൈക്കും തന്നിരുന്ന ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 4xന്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് t² ആണ്, അപ്പൊ t² വരും. വൈയുടെ സ്ഥാനത്ത് t³ ആണ്, അപ്പൊ ഇൻറ്റു t³ ഇൻറ്റു ടി വരും പ്ലസ് 3 ഇൻറ്റു x² സ്ഥാനത്ത് ഓൾറെഡി t² ആണ്, അപ്പൊ t ഇൻറ്റു t² ഇൻറ്റു ഹോൾ² വരും, പിന്നെ ഒരു t⁻² വരും. ഈ പവറുകൾ നോക്കി ടിയുടെ പവർ ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, അപ്പൊ മൊത്തം 4t⁻6 വരും. അതുപോലെ പ്ലസ് 3 വീണ്ടും ഇവിടെ 2 പവർ 4 ആണ്, അപ്പൊ 2² പവർ 2, അപ്പൊ നമുക്ക് 4 വരും. 4ഉം ഈ 2 കൂടി വരുമ്പോ t⁻6 വരും. മൊത്തം ആൻസർ 7t⁻6 എന്ന് കിട്ടും. 7t⁻6 എന്ന് കിട്ടും. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. ഇനി അടുത്തത് ഈ 3 വേരിയബിൾ ഉള്ള കേസ്. ക്ലാസ് എത്ര മണി വരെ? ഇന്ന് 8 മണി വരെ എടുക്കാനാണ് പറഞ്ഞത് സാർ. അയ്യോ അത് പറ്റില്ല. ഏ? അല്ല ഡെയിലി 1 മണിക്കൂർ സാറ് പറഞ്ഞത്. ഡെയിലി 1 മണിക്കൂറാണോ? നല്ലത് കൂടുതൽ എടുത്തോളാൻ പറഞ്ഞായിരുന്നു. ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല? ഇല്ല. ഞാൻ സാറിന് കോണ്ടാക്ട് ചെയ്തേക്കാം. അല്ല സാർ ടീച്ചർ എനിക്ക് 8 മണി വരെ ഇരിക്കാനും ഒക്കത്തില്ല, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറയാം, സാറിന് പറയാം. അല്ല ഞാൻ വിളിച്ചോറേ. ഞാൻ പറഞ്ഞോണ്ട് നോക്കട്ടെടാ.
ഹലോ ഹലോ മിസ്സേ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ദാൻ മിസ്സേ സാറിന് കിട്ടിയില്ല. കുഴപ്പമില്ല മിസ്സേ, ഞാൻ വിളിച്ചു തുടങ്ങാം. അപ്പൊ ഇന്ന് ഇത്രയും മതി അല്ലേ? അല്ല, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡെയിലി 1 മണിക്കൂർ ഇരിക്കാവും. കാരണം ഇന്റേണൽ വരുന്നു, അസൈൻമെന്റും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ.